ഫാൻസിന്റെ ഫേവറേറ്റ് ഫോണാണ് സാംസങ്ങിന്റെ ഫാൻ എഡിഷൻ ഫോണുകൾ. S24 സീരീസിലെ S24 FE ആണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഈ ഫോൺ പതിവ് പോലെ തന്നെ എല്ലാത്തരം ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സാംസങ് ഇറക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് പെട്ടെന്ന് പരിശോധിക്കാം. ആദ്യം ബോക്സ് പെട്ടെന്ന് ഓപ്പൺ ചെയ്യണം. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫോൺ തന്നെയാണ് ആദ്യം കയ്യിൽ കിട്ടുന്നത്. സോ ഈ കാണുന്നതാണ് S24 FEയുടെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. സോ എങ്ങനെയുണ്ട് സംഗതി? പതിവ് പോലെ തന്നെ നല്ല പ്രീമിയം ലുക്ക് അവിടെയുണ്ട്. അലുമിനിയം ഫ്രെയിം നല്ല പ്രീമിയം ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. താഴെ USB 3.2 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം മെയിൻ മൈക്രോഫോൺ, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. ടോപ്പിൽ സിം ട്രേ, ഡുവൽ നാനോ സിം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സ്പീക്കർ ഗില്ലും കാണാം. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഡിസൈൻ. സംഗതി പക്ക പ്രീമിയം ഫീൽ. S24 FE എന്ന ഫോണിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ക്യാമറയാണ് എടുത്തു പറയേണ്ട ഒരു ഘടകം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്യാമറ സെറ്റപ്പ് ആണ്. സാമ്പിൾസ് ഇവിടെ കാണാം. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 12 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 8 മെഗാപിക്സലിന്റെ 3x ഒപ്റ്റിക്കൽ സൂം ഉള്ള ഒരു ക്യാമറയും കൊടുത്തിരിക്കുന്നു. ഫോട്ടോ ഇമേജ് ക്വാളിറ്റി ഒക്കെ നിങ്ങൾ ഇവിടെ കണ്ടു കഴിഞ്ഞു. അത്യാവശ്യം നല്ല ക്വാളിറ്റി പതിവ് പോലെ തന്നെ സാംസങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വീഡിയോ ക്വാളിറ്റിയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. മെയിൻ ക്യാമറ വീഡിയോസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ 4K ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. 8K വരെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. സെൽഫി വീഡിയോയുടെ ക്വാളിറ്റി നമുക്ക് ഇവിടെ കാണാം. സോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസും വീഡിയോസും നമുക്ക് ഈ ഒരു ഫോൺ കൊണ്ട് തീർച്ചയായിട്ടും എടുക്കാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയാം. പിന്നെ ഈ കാണുന്നത് വൈഡ് ആംഗിൾ ക്യാമറയുടെ ഇമേജ് ആണ്. 1x ആകുമ്പോൾ സെയിം ഇമേജ് ഈ രീതിയിലാണ് വരിക. 3x ഒപ്റ്റിക്കൽ സൂം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന തരത്തിലായിരിക്കും അതിന്റെ റിസൾട്ട്. സോ അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പ് പതിവ് പോലെ തന്നെ S24 FE അവർ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഒട്ടനവധി ഫീച്ചറുകളും ഇതിന്റെ ക്യാമറയുടെയും ഫോട്ടോഗ്രാഫിയുടെയും ഭാഗത്ത് വരുന്നുണ്ട്. അതായത് നിങ്ങൾ ഓൾറെഡി എടുത്തൊരു വീഡിയോ ഗാലറിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ അത് സ്ലോ മോഷനായി മാറുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ അത് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആണ്. AI ഒബ്ജക്റ്റ് ഇറേസർ, നമുക്ക് ഈസി ആയിട്ട് അൺവാണ്ടഡ് ഒബ്ജക്റ്റുകൾ റിമൂവ് ചെയ്യാം. ഫോട്ടോ റീമാസ്റ്റർ, പഴയ ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടി ക്വാളിറ്റി കുറഞ്ഞ ഫോട്ടോസിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ മറ്റൊന്നാണ് ഇന്റലിജന്റ് സൂം. നമുക്ക് സൂമിങ്ങിൽ കുറച്ചും കൂടി ബെറ്റർ ആയ ഒരു ക്വാളിറ്റി തരുന്നു. ഇങ്ങനെ ഒട്ടനവധി ഫോട്ടോ അസിസ്റ്റ് ഫീച്ചറുകൾ, ഫോട്ടോയുടെ എഡിറ്റിംഗുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി AI ഫീച്ചറുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. സോ അപ്പൊ ക്യാമറയെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാമെന്ന് പറഞ്ഞാൽ നല്ല ഡീസന്റ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. 6.7 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ്. 1900 പീക്ക് ബ്രൈറ്റ്നസും വിഷൻ ബൂസ്റ്ററും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഞാനിത് പുറത്ത് കൊണ്ടുവന്ന് ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് ഉപയോഗിച്ച് നോക്കി. നിങ്ങൾക്ക് ഇവിടെ കാണാം പക്ക ക്ലിയർ ആണ്, യാതൊരു ഇഷ്യൂ ഇല്ല. പ്രീവിയസ് മോഡലിനെ വെച്ച് നോക്കുമ്പോൾ അതിൽ 1450 നിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇതിലേക്ക് വരുമ്പോൾ 1900 നിറ്റ്സ് ആണ്. ഇത് തീർച്ചയായിട്ടും ബെറ്റർ ഇംപ്രൂവ്ഡ് ബ്രൈറ്റ്നസ് ആണ് നമുക്ക് തരുന്നത്. മാത്രമല്ല ഇത്രയും ലാർജറായ ഒരു ഡിസ്പ്ലേ FE സീരീസിൽ ഇത് ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നതാണ് സാംസങ് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് വലിയൊരു ഡിസ്പ്ലേ, ബെറ്റർ ആയ വ്യൂവിംഗ് എക്സ്പീരിയൻസ് തുടങ്ങിയ കാര്യങ്ങൾ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്ന ബാറ്ററി 4700 mAh ആണ്. 25 വാട്ടിനാണ് ഫാസ്റ്റ് ചാർജിങ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് ഫോട്ടോയുടെ ഭാഗത്തുള്ള AI ഫീച്ചറുകളാണ്. അത് കൂടാതെ സാംസങ്ങിന്റെ ഗാലക്സി AI ഫീച്ചേഴ്സ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതായത് സർക്കിൾ ടു സെർച്ച്, നമുക്ക് സിമ്പിൾ ആയിട്ട് സർക്കിൾ ചെയ്തുകൊണ്ട് എന്ത് സെർച്ച് ചെയ്യാം, കോപ്പി ചെയ്യാം, എല്ലാം ചെയ്യാം. കോൾ അസിസ്റ്റ്, നമുക്കൊരു കോൾ അസിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾക്കണോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൂടാതെ ചാറ്റ് അസിസ്റ്റ്, ചാറ്റുമായി ബന്ധപ്പെട്ട റൈറ്റിംഗ് ടൂളുകൾ, എല്ലാ സംഭവങ്ങളും അവിടെയുണ്ട്. ഇന്റർപ്രറ്റർ മോഡ്, നമ്മൾ ഒരു മറ്റു ലാംഗ്വേജുകളോട് സംസാരിക്കുമ്പോൾ ലാംഗ്വേജിന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾപ്പിക്കുന്ന സംവിധാനം ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നോട്ട് അസിസ്റ്റ്, PDF ട്രാൻസ്ലേറ്റ്, PDF-നെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്ന സംവിധാനം. സോ ഇങ്ങനെയുള്ള എല്ലാ ഗാലക്സി AI ഫീച്ചറുകളും ഈ ഒരു ഫോണിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇത് കൂടാതെ സാംസങ്ങിന്റെ ഫീച്ചറുകൾ എല്ലാം ഇതിനകത്തുണ്ട്. നോക്സ് സെക്യൂരിറ്റി ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സെക്യൂർ ഫോൾഡർ ഉണ്ട്, സാംസങ് വാലറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ബാങ്ക് കാർഡുകൾ ആഡ് ചെയ്ത് വെച്ച് ടാപ്പ് ആൻഡ് പേയിലൂടെ സംവിധാനം പേയ്മെന്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന സംവിധാനം. അങ്ങനെ എല്ലാ സാംസങ് ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിന്റെ ഒപ്പം തന്നെ പെർഫോമൻസിലും ഒട്ടും തന്നെ മോശമല്ല. ഓൾറെഡി നമുക്കറിയാം Exynos 2400E എന്ന പ്രോസറാണ് വരുന്നത്. അത്യാവശ്യം സ്മൂത്ത് ആയ പെർഫോമൻസ് കിട്ടുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം ഗെയിം കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. UFS 4.0 സ്റ്റോറേജ് ആണ് വരുന്നത്. FE സീരീസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫാസ്റ്റർ ആയ ഒരു സ്റ്റോറേജ് സംവിധാനം അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും പെർഫോമൻസിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. വേപ്പർ കൂളിംഗ് ചേമ്പറും റേ ട്രേസിംഗ് പോലുള്ള സംവിധാനങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഗെയിമിംഗ് എന്ന് പറയുന്നത് ഇനി കുറച്ചുകൂടി ബെറ്റർ ആയ രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോണിൽ സാധിക്കും. അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ നിങ്ങൾ ഈ ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ. സോ മൊത്തത്തിൽ ഈ ഒരു ഫോണിന്റെ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി, എല്ലാ ഘടകങ്ങളും ഞാനിവിടെ പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. ഇനി ഇതിനെല്ലാം പുറമെ 7 ജനറേഷൻ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഒരു ഫോണിന്റെ ഒപ്പം ഓഫർ ചെയ്യുന്നുണ്ട്. 5 വർഷം വരെയുള്ള അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഈ FE സീരീസിൽ കിട്ടിക്കൊണ്ടിരുന്നത്. അത് തന്നെ ബെസ്റ്റ് ആണ്. ഇത് വന്നിട്ട് 7 വർഷം വരെയുള്ള അപ്ഡേറ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ കൊടുത്തിരിക്കുന്ന ആ അപ്ഡേറ്റ് സെറ്റപ്പ് ഇതിലേക്കും കൊണ്ടുവരികയാണ്. സോ 7 വർഷം വരെയുള്ള അപ്ഡേറ്റ് കമ്പനി ഇതിന്റെ ഒപ്പം ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോൺ 3 കളറിലാണ് നമുക്ക് കിട്ടുന്നത്: ബ്ലൂ, ഗ്രാഫൈറ്റ്, മിന്റ്. സോ ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ഇനി ഈ ഫോണിന്റെ പ്രൈസ് നോക്കിയാൽ 8GB RAM 128GB സ്റ്റോറേജിന് 59,990 രൂപയാണ്. സോ ഈ പ്രൈസിന് ഈ ഫോൺ എങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് എല്ലാവരും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. സോ അത്രയുമാണ് സാംസങ്ങിന്റെ ഗാലക്സി S24 FE എന്ന ഫോണിനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.